ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റേഴ്സാണ്. ഓക്കെ, കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസൈൻ ഓഫ് IIR ഫിൽറ്റേഴ്സ്, അതായത് IR ഫിൽറ്റേഴ്സിലെ ബട്ടർവർത്ത് ആൻഡ് ഷെബിഷേവ് ഫിൽറ്റേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റേഴ്സ്. അതിനകത്ത് നമുക്ക് 2 മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വിൻഡോ മെത്തേഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ വിൻഡോ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ടു ഡിസൈൻ FIR ഫിൽറ്റേഴ്സ് യൂസിങ് വിൻഡോ മെത്തേഡ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ദ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡ്രോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഫിൽറ്റർ. ഓക്കെ, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തു നിന്ന് സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിസയേർഡ് ഇമ്പൾസ് റെസ്പോൺസ്. ഡിസയേർഡ് ഇമ്പൾസ് റെസ്പോൺസ് HDN നോട്ട് ചെയ്യണം, HDN ഫ്രം ദ ഡിസയേർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതെങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വരും. അങ്ങനെയുള്ള ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസൈഡ് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ HD ഓഫ് e⁻j⍵ ആണ്. നമ്മൾ യൂഷ്വലി ഫ്രീക്വൻസി റെസ്പോൺസ് H ഓഫ് e⁻j⍵ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് HD ഓഫ് e⁻j⍵. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് ഇൻവേഴ്സ് ചെയ്താൽ മതി അല്ലേ? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്താൽ മതി. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? HD ഓഫ് n ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ -π ടു π HD ഓഫ് e⁻j⍵ ഇൻറ്റു e⁻j⍵n dω. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. HD ഓഫ് n ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ -π ടു π HD ഓഫ് e⁻j⍵ ഇൻറ്റു e⁻j⍵. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നിന്ന് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കുക. അടുത്തത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് HD ഓഫ് 0, HD ഓഫ് 1, അതായത് n-ന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. സ്മോൾ ലെറ്റർ n ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസസ് കണ്ടുപിടിക്കുക. HD ഓഫ് 0, HD ഓഫ് 1 ഈക്വൽ ടു HD ഓഫ് -1, HD ഓഫ് 2 ഈക്വൽ ടു HD ഓഫ് -2, ഓക്കെ, എക്സെട്ര കണ്ടുപിടിക്കുക. ഫോർ n ഈക്വൽ ടു ഏത് വരെ കണ്ടുപിടിക്കണം? ഫോർ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N-1/2, വേർ ക്യാപിറ്റൽ N ഈസ് ദ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ n-ൻ്റെ വാല്യൂ ഫ്രം 0 ടു ക്യാപിറ്റൽ N-1 അതുവരെയുള്ള HD ഓഫ് n ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് വിൻഡോ ഫംഗ്ഷൻ W ഓഫ് n ആൻഡ് ഫൈൻഡ് W ഓഫ് 0, W ഓഫ് 1 ഈക്വൽ ടു W ഓഫ് -1, എക്സെട്ര. ഓക്കെ, ഏതുവരെ കണ്ടുപിടിക്കണം? ഫോർ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N-1/2. അപ്പോൾ നമ്മൾക്ക് വേണ്ട, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏത് വിൻഡോ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ വിൻഡോ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതിനകത്ത് അതിൻ്റെ n-ൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിൻഡോ ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നമുക്കിവിടെ 3 വിൻഡോ ഫങ്ഷൻസാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ വിൻഡോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ വിൻഡോ ആണ്. റെക്റ്റാങ്കുലർ വിൻഡോ ഫംഗ്ഷൻ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. WR ഓഫ് n ഈക്വൽ ടു 1 ഫോർ ക്യാപിറ്റൽ N-1/2 ടു പ്ലസ് ക്യാപിറ്റൽ N-1/2 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അപ്പോൾ റെക്റ്റാങ്കുലർ വിൻഡോ ഫംഗ്ഷൻ്റെ വാല്യൂ ഓൾവേസ് 1 ആണ് ഫ്രം -N-1/2 ടു പ്ലസ് N-1/2. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഹാനിങ് വിൻഡോ ആണ്. ഹാനിങ് HANNING ഹാനിങ് വിൻഡോ. അതിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. W സഫിക്സ് ക്യാപിറ്റൽ H സ്മോൾ ലെറ്റർ n ഓഫ് n ഈക്വൽ ടു 0.5 പ്ലസ് 0.5 cos 2πn ബൈ ക്യാപിറ്റൽ N-1. ഓക്കെ,
0.5 plus 0.5 cos 2 pi n by capital N minus 1. For small letter n ൻ്റെ വാല്യൂസ് എവിടം തൊട്ട് എവിടം വരെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നെഗറ്റീവ് n മൈനസ് 1/2 ടു പോസിറ്റീവ് n മൈനസ് 1/2. ഓക്കെ, ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അതാണ് രണ്ടാമത്തെ വിൻഡോ ഫംഗ്ഷൻ. അടുത്ത മൂന്നാമത്തെ വിൻഡോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാമിങ് വിൻഡോ ഫംഗ്ഷനാണ്. HAMMING. മറ്റേത് ഹാനിങ്, ഇത് ഹാമിങ് വിൻഡോ ഫംഗ്ഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W സഫിക്സിൽ ക്യാപിറ്റൽ H ഓഫ് n. ഇവിടെ ക്യാപിറ്റൽ H n ഉണ്ട്, അതാണ് ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 പ്ലസ് 0.46 cos 2 pi n divided by n minus 1. For the values of small letter n is greater than or equal to minus n minus 1/2 to less than or equal to capital N minus 1 divided by 2. ഇതാണ് വിൻഡോ ഫംഗ്ഷൻസ് വരുന്നത്, 3 വിൻഡോ ഫംഗ്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ സ്പെസിഫൈ ചെയ്ത വിൻഡോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് W ഓഫ് എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ HD ഓഫ് n ആൻഡ് W ഓഫ് n ടു ഗെറ്റ് H ഓഫ് n. H ഓഫ് n കിട്ടാൻ വേണ്ടിയിട്ട് HD ഓഫ് എന്നിനെയും H ഓഫ് എന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് കറസ്പോണ്ടിങ് വാല്യൂസ്, എന്നിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് റൈറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് ദ ഇക്വേഷൻ H ഓഫ് Z ഈക്വൽ ടു H ഓഫ് 0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു n മൈനസ് 1/2 H ഓഫ് n ഇൻറ്റു Z റേസ് ടു പ്ലസ് n പ്ലസ് Z റേസ് ടു മൈനസ് n. ഇതാണ് ഇക്വേഷൻ. H ഓഫ് n കണ്ടുപിടിക്കാനുള്ള H ഓഫ് Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. H ഓഫ് Z ഈക്വൽ ടു H ഓഫ് 0 പ്ലസ് H ഓഫ് 0 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ H ഓഫ് 0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു n മൈനസ് 1/2 ഇൻറ്റു H ഓഫ് n ഇൻറ്റു Z റേസ് ടു n പ്ലസ് Z റേസ് ടു മൈനസ് n. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് write the realizable, we have to write the realizable transfer function H of Z equal to Z raised to minus n minus 1/2 into H of Z. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ലീനിയർ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് റിയലൈസ് ചെയ്യണം. അപ്പോൾ അത് റിയലൈസ് ചെയ്യാനുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ H ഓഫ് Zനെ Z റേസ് ടു മൈനസ് ഓഫ് n മൈനസ് 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്സ്, 6 സ്റ്റെപ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് HD ഓഫ് e raised to j omega equal to 1 for magnitude of omega greater than or equal to pi/4 and less than or equal to pi and equal to 0 for magnitude of omega less than or equal to pi/4. And using hamming window and take capital N equal to 11. അപ്പോൾ നമുക്കൊരു ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചുകളെല്ലാം തന്നിട്ടുണ്ട്, ഏത് വിൻഡോ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഓർഡർ ഓഫ് ദ ഫിൽറ്ററും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒബ്റ്റെയിൻ ദ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡ്രോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഒന്നുകൂടി എടുത്ത് എഴുതുക. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയായിരുന്നു? HD ഓഫ് e raised to j omega ഈക്വൽ ടു 1 എപ്പോഴൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ less than or equal to pi and greater than equal to pi/4 and equal to 0 for magnitude of omega less than or equal to pi/4. ഇതായിരുന്നില്ലേ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ എടുത്ത് എഴുതുക, അതിനുശേഷം പ്ലോട്ട് ചെയ്യുക, ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാം. ഒമേഗ വേഴ്സസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് H ഓഫ് e raised to j omega അല്ലേ, അതല്ലേ ഫ്രീക്വൻസി റെസ്പോൺസ് വേഴ്സസ് ഒമേഗ, അതായിരുന്നു നമ്മൾ ഫ്രീക്വൻസി പ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് വേഴ്സസ് ഒമേഗ. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു 1 എപ്പോഴൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ. അപ്പോൾ ഒമേഗയുടെ പ്ലസ് വാല്യൂസും മൈനസ് വാല്യൂസും നമ്മൾ എടുക്കണം. അപ്പോൾ ഒരു കേസ് എന്ത് വരും? പ്ലസ് പൈ ബൈ 4 ടു പൈ. അതായത് ഒമേഗ ഈക്വൽ ടു പ്ലസ് പൈയും മൈനസ് പൈയും നമ്മൾ എടുക്കണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ മൈനസ് പൈ ബൈ 4 ടു മൈനസ് പൈ എടുക്കണം, പ്ലസ് പൈ ബൈ 4 ടു പ്ലസ് പൈയും എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരും. നമ്മൾ അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് പ്ലസ് പൈ ബൈ 4 ടു പ്ലസ് പൈ, ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1 ആൻഡ് ഇൻ ബിറ്റ്വീൻ മൈനസ് പൈ ആൻഡ് മൈനസ് പൈ ബൈ 4 ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1. ഓൾ അതർ കേസസ് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താ? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഡി ഓഫ് എന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് യൂസിങ് ദ ഇക്വേഷൻ 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എഴുതുക, അതിനുശേഷം ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന റെസ്പോൺസിൽ നിന്ന് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്ന 2 ഇൻ്റർവെല്ലായിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് മൈനസ് പൈ ബൈ 4 ടു മൈനസ് പൈ ടു മൈനസ് പൈ ബൈ 4ഉം ഒരെണ്ണം പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 ടു പ്ലസ് പൈയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ടോട്ടൽ ഇൻ്റഗ്രേഷനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫ്രം മൈനസ് പൈ ടു മൈനസ് പൈ ബൈ 4 ആൻഡ് പ്ലസ് പൈ ബൈ 4 ടു പ്ലസ് പൈ. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് ഇൻ്റർവെൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു 0 ഫോർ ഓൾ അതർ കേസസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ബൈ 4 എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ വാല്യൂ എന്താ? 1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 4 ടു പൈ 1 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ പാർട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദെൻ എന്ത് ചെയ്യണം? അടുത്തത് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഒരുപോലെയുള്ള ടേംസൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൈയുടെ ടേംസ് ഒരുമിച്ച് എഴുതി, പൈ ബൈ 4ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതി. ഇനി നമുക്കറിയാം ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്താ? ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്താണ്? 2j സൈൻ തീറ്റ. ഓക്കെ, 2j സൈൻ തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറയുന്നത് 2j സൈൻ തീറ്റ ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നാണെങ്കിൽ 2 കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 ടേമിനെ കമ്പൈൻ ചെയ്തു. ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഫോമിൽ. തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? പൈ എൻ. അപ്പോൾ 2j സൈൻ എൻ പൈ. ദെൻ അടുത്തത് എന്താ? അടുത്തത് വരുന്നത് ഇ റേസ് ടു മൈനസ് ജെ തീറ്റയാണ് ആദ്യം വരുന്നത്. ഓക്കെ, ഇ റേസ് ടു മൈനസ് ജെ തീറ്റ മൈനസ് ഇ റേസ് ടു പ്ലസ് ജെ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 2j സൈൻ തീറ്റ. ഓക്കെ, മൈനസ് 2j സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ജെ എൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വരുന്നുണ്ട്. ഇവിടെ ഒരു 1/2 പൈ ഔട്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ഈ 2j ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് എന്ത് വരും? സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ എൻ പൈ. ഇതാണ് നമ്മുടെ എന്ത് കിട്ടുന്നത്? എച്ച് ഡി ഓഫ് എൻ കിട്ടുന്നത്. എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ എൻ പൈ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 2. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എച്ച് ഡി ഓഫ് എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? അതിൻ്റെ എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എച്ച് ഡി ഓഫ് 0, എച്ച് ഡി ഓഫ് 1 എക്സെട്ര. എവിടെ തൊട്ട് എവിടം വരെ കണ്ടുപിടിക്കണം? ഫ്രം ഏത് തൊട്ട് ഏത് വരെ കണ്ടുപിടിക്കണം? ഫ്രം 0 ടു n-1/2. n-1/2. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു എത്ര? 0 ടു ക്യാപിറ്റൽ N ഈക്വൽ ടു എത്ര? 11 ആണ്. 11 - 1/2 ദാറ്റ് ഈസ് 0 ടു 5. 0 ടു 5 വരെയുള്ള ഇമ്പൾസ് റെസ്പോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എച്ച് ഡി ഓഫ് 0 ടു എച്ച് ഡി ഓഫ് 5 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ എച്ച് ഡി ഓഫ് 0 ആണ്. എച്ച് ഡി ഓഫ് 0 മീൻസ്
n small letter n equal to 0 കൊടുത്തു കഴിഞ്ഞാൽ sin 0 minus sin 0 by 0 വരും. ദാറ്റ് ഈസ് 0 by 0 ഫോമാണ്. 0 by 0 ഫോം എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ അതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു 0 ഈ ടേമിനെ sin n pi by n pi ഒരുമിച്ച് എഴുതി. അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു 0 sin n pi by 4 by n pi ഒരുമിച്ച് എഴുതി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു 0 sin n pi by n pi വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ നമുക്ക് എന്തോ കൊടുക്കാം? വാല്യൂ ഈക്വൽ ടു 1 കൊടുക്കാം. ഓക്കെ, അടുത്ത ടേമിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു 0 sin n pi by 4 ഡിവൈഡഡ് ബൈ n pi ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേമും സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വിത്ത് 4 ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ ഒരു 1/4, അതായത് ഇവിടെ ഇൻറ്റു 4 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 4 അല്ലേ, ആ 1/4 ഇവിടെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു 0 sin n pi by 4 ഡിവൈഡഡ് ബൈ n pi by 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 0.75. ഇനി അടുത്തത് HD(1) കണ്ടുപിടിക്കുക. HD(1) എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കുക. sin pi മൈനസ് sin pi by 4 by pi കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.225 വരും. അതുപോലെ HD(2) കണ്ടുപിടിക്കാം. ഇതെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. HD(3) HD(4) അപ് ടു HD(5) വരെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. അടുത്ത സ്റ്റെപ്പ് 4 ആണ്. ഇവിടെ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. ഹാമിംഗ് വിൻഡോ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാമിംഗ് വിൻഡോയുടെ ഇക്വേഷൻ എഴുതുക. W(n) ഈക്വൽ ടു വിൻഡോ ഫംഗ്ഷൻ എഴുതുക 0.54 പ്ലസ് 0.46 cos 2πn ബൈ ക്യാപിറ്റൽ N മൈനസ് 1. ഇവിടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം എന്ത് കിട്ടും? W(n) ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ കിട്ടും. ദെൻ എഗെയിൻ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? W(0), W(1) അപ് ടു W(5) വരെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? സ്മോൾ ലെറ്റർ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. സ്മോൾ ലെറ്റർ എന്നിന് ആദ്യം 0 കൊടുക്കുക, പിന്നെ 1, 2, 3, 4 ആൻഡ് 5 കൊടുത്തിട്ട് കിട്ടുന്ന വാല്യൂസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്പ് 4 ചെയ്യുന്നത്. അതൊക്കെ സിമ്പിൾ കാൽക്കുലേഷനാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ HD(n) ആൻഡ് W(n) ടു ഗെറ്റ് H(n). ഇമ്പൾസ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? HD(n)നെയും വിൻഡോ ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യം 0 n ഈക്വൽ ടു സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ H(0) ഈക്വൽ ടു HD(0) ഇൻറ്റു W(0) മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ എഴുതുക. അടുത്തത് H(1) കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? HD(1) ഇൻറ്റു W(1) ദാറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു H(-1). നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് H(1) ഈക്വൽ ടു H(-1) ആയിരിക്കും. അതുപോലെ HD(1) ഈക്വൽ ടു HD(-1) ആയിരിക്കും. ഓക്കെ, അതുപോലെ H(2) ദാറ്റ് ഈസ് ഈക്വൽ ടു HD(2) ഇൻറ്റു W(2), H(3) ഈക്വൽ ടു HD(3) ഇൻറ്റു W(3) ആൻഡ് H(4) ഈക്വൽ ടു HD(4) ഇൻറ്റു W(4) ആൻഡ് H(5) ഈക്വൽ ടു HD(5) ഇൻറ്റു W(5). ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? H(n)ൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 5. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 6 എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതൽ അല്ലേ. H(z) ഈക്വൽ ടു H(0) അപ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H(n) ഇൻറ്റു z(n) പ്ലസ് z(-n). ദാറ്റ് ഈസ് ഈക്വൽ ടു H(0) ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു ക്യാപിറ്റൽ N മൈനസ് 1 ബൈ 2 ദാറ്റ് ഈസ് 11 മൈനസ് 1 ബൈ 2 10 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഈ ഓഫ് H(n) ഇൻറ്റു z(n) പ്ലസ് z(-n). ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഈ സമ്മേഷനെ എക്സ്പാൻഡ് ചെയ്യണം. ആദ്യം n ഈക്വൽ ടു 1 കൊടുക്കുക, ദെൻ n ഈക്വൽ ടു 2, 3, 4 ആൻഡ് 5. അപ്പോൾ എന്ത് കിട്ടും? H(0) പ്ലസ് അടുത്തത് H(1) ഇൻറ്റു z(1) പ്ലസ് z(-1) പ്ലസ് H(2) ഇൻറ്റു z(+2) പ്ലസ് z(-2) പ്ലസ് എക്സെട്രാ അപ് ടു H(5) ഇൻറ്റു z(5) പ്ലസ് z(-5). ഇനി എന്താ അറിയാം നമുക്ക്? H(0), H(1), H(2), H(3), H(4), H(5) വാല്യൂസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് റിയലൈസേഷൻ പ്ലോട്ട് ചെയ്യാനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എച്ച് ഡാഷ് സെഡ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എച്ച് ഓഫ് സെഡിനെ സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 11 ആണ്. അപ്പോൾ എൻ മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 11 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സെഡ് റേസ് ടു മൈനസ് 5 വെച്ചിട്ട് എച്ച് ഓഫ് സെഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എച്ച് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു, ആദ്യത്തെ ടേം എന്താ വരുന്നത്? 0.75 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 5 മൈനസ് 0.205 ഇൻറ്റു ഇതിനെ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? സെഡ് റേസ് ടു മൈനസ് 5 ഇൻറ്റു സെഡ് റേസ് ടു പ്ലസ് 1 എന്ത് വരും? സെഡ് റേസ് ടു മൈനസ് 4. അതുപോലെ സെഡ് റേസ് ടു മൈനസ് 5 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 എന്ത് വരും? സെഡ് റേസ് ടു മൈനസ് 6. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അങ്ങനെ ഓരോ ടേമിനെയും സെഡ് റേസ് ടു മൈനസ് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡാഷ് സെഡിൻ്റെ ഇക്വേഷൻ ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് ഇൻ ലീനിയർ ഫേസ് സ്ട്രക്ചർ. ലീനിയർ ഫേസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എച്ച് ഓഫ് എൻ ഷുഡ് ബി ഈക്വൽ ടു എച്ച് ഓഫ് ക്യാപിറ്റൽ എൻ മൈനസ് 1 മൈനസ് എൻ. അതായത് എച്ച് ഓഫ് 0 ഷുഡ് ബി ഈക്വൽ ടു എച്ച് ഓഫ്, ഇവിടെ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 11 ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഓഫ് 10. അതായത് കോഎഫിഷ്യൻസ് എച്ച് ഓഫ് 0 എന്ന് പറയുമ്പോൾ സെഡ് റേസ് ടു 0, സെഡ് റേസ് ടു 0യുടെയും സെഡ് റേസ് ടു മൈനസ് 10ൻ്റെയും കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇതാ സെഡ് റേസ് ടു 0, സെഡ് റേസ് ടു മൈനസ് 10 കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെഡ് റേസ് ടു മൈനസ് 2 ആൻഡ് സെഡ് റേസ് ടു മൈനസ് 8. അതുപോലെ സെഡ് റേസ് ടു മൈനസ് 4, സെഡ് റേസ് ടു മൈനസ് 6, സെഡ് റേസ് ടു മൈനസ് 3, സെഡ് റേസ് ടു മൈനസ് 3 ആൻഡ് സെഡ് റേസ് ടു മൈനസ് 7 സെയിം ആണ്. അതായത് നമ്മൾ തന്നെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഒന്നുമില്ല, ഇവിടെ ഉള്ള ടേമിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതിയ ഫോമാണ് ഇത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്ട് എഴുതിയ ഫോമാണ് ഇത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പം ഈ ഫോമാണ്. അപ്പോൾ ഈ ഫോമിൽ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഈ ഫോമിൽ ഞാൻ എഴുതിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീനിയർ ഫേസ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ലീനിയർ ഫേസ് ഫോമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ ഈ ടേമിനെ അല്ലേ, ഈ എച്ച് ഓഫ് സെഡിനെ അല്ലേ നമ്മൾ സെഡ് റേസ് ടു മൈനസ് 5 വെച്ചിട്ട് ചെയ്യുന്നത്, ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എഴുതി വെക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ ലീനിയർ ഫേസ് സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലീനിയർ ഫേസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇവിടെ ക്ലിയർ അല്ലാത്തതുണ്ട്. ഓക്കെ, ഇൻപുട്ട് എക്സ് ഓഫ് എൻ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരേപോലുള്ള ടേംസ് കമ്പൈൻ ചെയ്ത് എഴുതുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സെഡ് റേസ് ടു 0യും സെഡ് റേസ് ടു മൈനസ് 10ഉം, അടുത്തത് സെഡ് റേസ് ടു മൈനസ് 2ഉം മൈനസ് 8ഉം, അടുത്തത് മൈനസ് 3യും മൈനസ് 7ഉം വരും, മൈനസ് 4 ആൻഡ് മൈനസ് 6 ആൻഡ് ഇവിടെ സെഡ് റേസ് ടു മൈനസ് 5. 1 2 3 4 5. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് y ഓഫ് n. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഡിസൈൻ എ ഫിൽട്ടർ വിത്ത് frequency response ht of e raised to j omega equal to e raised to minus 3j omega for omega greater than or equal to minus pi by 4 and less than or equal to pi by 4 and equal to 0, else take n equal to 7 and using ഹാനിങ് വിൻഡോ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഹാനിങ് വിൻഡോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്റ്റെപ്പ് 1 എന്താ? നമുക്ക് പ്ലോട്ട് ചെയ്യണം അല്ലേ? ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻ വി ഹാവ് ടു പ്ലോട്ട് ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഒമേഗ വേഴ്സസ് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ എന്താണ്?
hd of e raised to j omega equal to e raised to minus 3j omega for omega greater than or equal to minus pi by 4 and less than or equal to pi by 4. അപ്പോൾ പ്ലസ് പൈ ബൈ ഫോറിൻ്റെയും മൈനസ് പൈ ബൈ ഫോറിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, e raised to minus 3j omega എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഒമേഗയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് e raised to minus 3j omega ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഫോർ ദ വാല്യൂസ് ഓഫ് ഒമേഗ മൈനസ് പൈ ബൈ 4 ടു പ്ലസ് പൈ ബൈ 4. നേരത്തെ നമ്മൾ പ്ലോട്ട് ചെയ്തതും മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അതവിടെ മാഗ്നിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഒമേഗ നമ്മൾ ഓൾറെഡി സിഗ്നൽസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസിൻ്റെയും രണ്ടും കൂടി ചേർന്നാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഒമേഗ അത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ വന്നത്, ഈ ഷേപ്പിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം ഫ്രം ദ ഗിവൺ ഓർ ഫ്രം ദ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/2 പൈ ഇൻ്റഗ്രൽ. ഇവിടെ നമുക്കറിയാം മൈനസ് പൈ ബൈ 4 തൊട്ട് പ്ലസ് പൈ ബൈ 4 വരെ ഇൻ്റർവെല്ലിലാണ് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ വാല്യൂ ഇത് വരുന്നത്. അല്ലാത്ത കേസിലൊക്കെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ ചെയ്തെടുത്താൽ മതി മൈനസ് പൈ ബൈ 4 ടു പ്ലസ് പൈ ബൈ 4 ഇ റേസ് ടു മൈനസ് 3j ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ ഈ രണ്ട് എക്സ്പോണൻഷ്യൽ ടേമിനെയും കമ്പൈൻ ചെയ്ത് എഴുതാം. നമുക്കിവിടെ ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു n മൈനസ് 3 എഴുതാം. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ടേംസ് എല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാനുള്ളത് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ ടേമേ ഉള്ളൂ, അതായത് നമ്മൾ ഓൾറെഡി എക്സ്പോണൻഷ്യൽ ടേം കമ്പൈൻഡ് ആണ്. അപ്പോൾ ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു n മൈനസ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറയുന്നത് എന്താ? 2j ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 4 n മൈനസ് 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, ജെ ക്യാൻസൽ ചെയ്തു, ബാക്കി വരുന്നത് എന്താ? സൈൻ പൈ ബൈ 4 n മൈനസ് 3 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു n മൈനസ് 3. ദാറ്റ് ഈസ് our desired impulse response hd of n. That is step 2. Then from step 3 ൽ എന്ത് നമുക്ക് ചെയ്യേണ്ടത്? we have to find different values for hd of n for n equal to 0 to capital N minus 1/2. that is to capital N equal to 7 അല്ലേ? 7 minus 1/2 that is 6/2 that is equal to 3. അപ്പോൾ എവിടം തൊട്ട് എവിടം വരെ? എച്ച് ഡി ഓഫ് 0 ടു എച്ച് ഡി ഓഫ് 3 വരെ കണ്ടുപിടിക്കണം. എച്ച് ഡി ഓഫ് 0 ആദ്യം കണ്ടുപിടിക്കാം. സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 0 കൊടുക്കുക. ഡയറക്റ്റ് ഇവിടെ 0/0 ഫോം ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും. അടുത്ത എച്ച് ഡി ഓഫ് 1 കിട്ടും. എച്ച് ഡി ഓഫ് 1 ഈക്വൽ ടു 0.159 കിട്ടും. അതുപോലെ എച്ച് ഡി ഓഫ് 2, എച്ച് ഡി ഓഫ് 3. ഓക്കെ, വാല്യൂസ് കണ്ടുപിടിച്ചു. എച്ച് ഡി ഓഫ് 2 0.225, എച്ച് ഡി ഓഫ് 3 0.25. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ഓൺ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ചൂസ് ദ വിൻഡോ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 0 to 3. ഇവിടെ വിൻഡോ ഫംഗ്ഷൻ ഏതാ? ഹാനിങ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വിൻഡോ ഫംഗ്ഷൻ എന്താണ്? 0.5 പ്ലസ് 0.5 cos 2 pi n divided by n minus 1 for small negative capital N minus 1/2 to capital N minus 1/2 and equal to 0 else. That is equal to capital N നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. 4 minus 3 to plus 3. That is n equal to minus 3 to plus 3. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക.
ഓക്കെ, നമുക്ക് എവിടം തൊട്ടിട്ട് എവിടം വരെ കണ്ടാൽ മതി? നെഗറ്റീവ് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട n=0 to n-1/2 ചെയ്താൽ മതി. ഓക്കെ, n=0 to n-1/2 വെച്ച് ചെയ്താൽ മതി. അതായത് 0 to 3 ചെയ്താൽ മതി. അപ്പോൾ WHN of 0, 1, 2 and 3 വാല്യൂസ് ഇതുപോലെ വരും. ഓക്കെ, 1, 0.75, 0.25 and 0. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 4 കഴിഞ്ഞാൽ സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 വരുന്നത് എന്താ? വി ഹാവ് ടു മൾട്ടിപ്ലൈ HD of n വിത്ത് W of n ടു ഒബ്റ്റെയിൻ H of n. H of n എന്ന് പറയുന്നത് ആക്ച്വൽ ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ H of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? HD of 0 ഇൻറ്റു W of 0, WHN of 0. H of 1 എന്ന് പറയുന്നത് HD of 1 ഇൻറ്റു WHN of 1. H of 2 എന്ന് പറയുന്നത് HD of 2 ഇൻറ്റു WHN of 2. H of 3 എന്ന് പറയുന്നത് HD of 3 ഇൻറ്റു WHN of 3. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് ഇതുപോലെ കിട്ടും. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഇമ്പൾസ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ H of Z കണ്ടുപിടിക്കണം. H of Z = H of 0 plus sigma n = 1 to n-1/2 H of n into Z raised to n plus Z raised to minus n. ക്യാപിറ്റൽ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ N = 7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? H of 0 plus sigma n = 1 to 3 H of n into Z raised to n plus Z raised to minus n. ദെൻ അതിനെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. സ്മോൾ ലെറ്റർ n ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട്. ഓക്കെ, ദെൻ H of 1, H of 2, H of 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then we have to find realizable transfer function. For that we have to multiply H of Z with Z raised to minus of n-1/2. Here capital N equal to 7, therefore 7 minus 1/2, that is 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? H of Z നെ Z raised to -3 വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. Z raised to -3 into 0.075. Okay, 0.119 into Z raised to -2 plus Z raised to -4 plus 0.05 into Z raised to -1 plus Z raised to -5. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിനെ ലീനിയർ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, Z raised to -3 into 0.075. ഇവിടെ 0.05625 into Z raised to -1 plus Z raised to -5. -1 plus Z raised to -. നമ്മൾ ലീനിയർ ഫേസ് സ്ട്രക്ചർ പ്ലോട്ട് ചെയ്തിട്ടില്ലേ? അതന്നെ സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹാങ്ങിങ് വിൻഡോ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം വരുന്നത്. അടുത്ത റെക്റ്റാങ്കുലർ വിൻഡോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരാം. അത് വളരെ എളുപ്പമാണ്. ഓക്കെ.